സിസ്റ്റർ, എന്താണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് കിട്ടുന്ന വിവരം? എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവല്ലോ ജാമ്യം കിട്ടും രണ്ട് കന്യാസ്ത്രീകൾക്കുമെന്ന്? എന്ത് സംഭവിച്ചു? എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ വൈകാരികമായി ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ സിസ്റ്റേഴ്സിനെ തന്നെയാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങളിവിടെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ തന്നെ, നമ്മൾ സ്കൂളിൽ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടു വളരുന്ന, പഠിച്ച് ഹൃദയത്തിൽ പതിഞ്ഞ ഒരു പ്രതിജ്ഞയുണ്ട്: ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന്. വാസ്തവത്തിൽ ചെറുപ്പം മുതൽ നമ്മളുടെ മനസ്സിൽ ഈ ഒരു പ്രതിജ്ഞ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ സമർപ്പിത ജീവിതം ആരംഭിച്ച് ഞങ്ങളുടെ അധികാരികൾ ഈ നോർത്ത് ഇന്ത്യൻ, ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഈ ഒരു രാജ്യം വിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു അഭിമാനബോധവും ഭാരതത്തെക്കുറിച്ചുള്ള ഈ ഒരു വൈകാരികതയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായി വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട സമർപ്പിതര് ഉത്തരേന്ത്യ രാജ്യങ്ങളില് വിവിധ സംസ്കാരങ്ങളില് ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, ജീവകാരുണ്യ മേഖലാ രംഗത്ത്, രോഗീ പരിചരണ രംഗത്ത്, സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്തൊക്കെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഗ്രാമത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടാണ് അവരോടൊപ്പം ജീവിച്ച് അവരിൽ ഒരാളായി മാറി ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ആണ് അസിസി ഓഫ് സെന്റ് ഫ്രാൻസിസ്, ഗ്രീൻ ഗാർഡൻ എന്ന് വിളിക്കും. ആ ഒരു കോൺഗ്രിഗേഷനിൽപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ്, അവർ കേരളീയരാണ്, ഞങ്ങളുടെ കേരളത്തിൽ നിന്നുള്ളവരാണ്, വർഷങ്ങളായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ആ സിസ്റ്റേഴ്സ് ആ ശുശ്രൂഷ ചെയ്യാൻ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ ജോലി ആഗ്രഹിച്ച് കൂടെ വന്ന ആ 2-3 കൂട്ടുകാർക്ക്, പെൺകുട്ടികൾക്ക്, അതും നിങ്ങൾക്കറിയാം പ്രായപൂർത്തിയായ എല്ലാവിധ രേഖകളും കൈകളിലുള്ള ആ ഒരു പെൺകുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ വന്ന സിസ്റ്റേഴ്സിനെ ഒരു സംഘം ആളുകൾ കടന്നു വന്ന് ആക്രമിച്ച് എന്തുമാത്രം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം, നിയമലംഘനം ഒക്കെ തുടങ്ങി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സിസ്റ്റേഴ്സിനെ ഒരു കൂട്ടം ആളുകള് ഒരുമിച്ച് ആക്രമിക്കുകയും അവരെ വാസ്തവത്തിൽ നിസ്സഹായതയിലേക്ക് പറഞ്ഞയക്കുകയും ശബ്ദിക്കാൻ പോലും ആവാത്ത വിധം അവരെ മൗനികളാക്കുകയും അങ്ങനെ തുടർന്ന് ജയിലിലേക്ക് അനയിക്കുകയും ഇന്ന് 5 ദിവസം കഴിഞ്ഞു. സത്യത്തിൽ ഇന്നും പത്രത്തില് ഈ വിവരങ്ങൾ വരുമ്പോൾ എന്റെ മനസ്സ് തേങ്ങുന്നുണ്ട്. കാരണം ആ സിസ്റ്റേഴ്സിന്റെ കയ്യിൽ, നിങ്ങൾ ഓർക്കണം, ഒരു ദിവസം യാത്രയ്ക്ക് പോകാനുള്ള ഒരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സിസ്റ്റേഴ്സ് ആണ് ഈ 5 ദിവസമായിട്ട് അവരിട്ടിരിക്കുന്ന ഒരേ ഡ്രസ്സ് കൊണ്ട് ഒന്ന് പല്ല് തെക്കാൻ പോലും ഉള്ള ഒരു കാര്യങ്ങൾ പോലും കയ്യിലില്ലാത്ത വിധം അത്രമാത്രം നിസ്സഹാരായിട്ട് ആ സിസ്റ്റേഴ്സ് ജയിലിനുള്ളിൽ കഴിയുന്നത്. അവർക്ക് ചുറ്റും നിന്ന് ആക്രോശിക്കുന്ന ആ ജനങ്ങളുടെ ആ ഒരു ആരവം കേൾക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു അതിലുള്ള ലേഡീസ് പോലും അവരുടെ മുഖത്ത് തോണ്ടി അവരെ പ്രകോപിപ്പിച്ച് ആ വിധത്തിൽ ഈ രീതിയിൽ ഈ സിസ്റ്റേഴ്സിനെ നിസ്സഹായരാക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ സഹോദരന്മാർ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹോദരിമാരാണെങ്കിൽ, നിങ്ങളുടെ സഹോദരിമാരാണ് ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുക? സിസ്റ്റർ ഒന്ന് ഇടപെട്ടോട്ടെ. സിസ്റ്റർ ആൻസി ഇപ്പോൾ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇന്ന് കോടതി പക്ഷേ ജാമ്യം നൽകിയിട്ടില്ല. അതെന്ത് കാരണത്താലാണ്? ഇപ്പോൾ 2 പ്രധാന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒന്ന് മനുഷ്യക്കടത്താണ്, പിന്നെ മതപരിവർത്തനവും. അതുകൊണ്ട് തന്നെ ജാമ്യത്തിലേക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോടതിക്ക് തങ്ങളുടെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒഴിയേണ്ടി വരികയാണ്. ഇത് ഛത്തീസ്ഗഡ് സർക്കാർ ഇവർക്കെതിരെയുള്ള പ്രോസിക്യൂഷന്റെ നിലപാട് ഇവർക്ക് അനുകൂലമായിരിക്കും എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നുവല്ലോ, പക്ഷേ അതുണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണമായി കാണുന്നത്? സാറേ, എന്റെ ഒരു ചോദ്യം ഇതാണ്: ആരാണ് ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന കുറ്റം ആരോപിച്ചത്? ആരാണ് ഇവിടെ വാസ്തവത്തിൽ ഈ കൂട്ടരെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണ് എന്നുള്ള ആ മതമാറ്റം എന്ന് പറയുന്ന ആ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം എന്തുകൊണ്ടാണ് ആരോപിക്കപ്പെട്ടത്? അത് സിസ്റ്റേഴ്സ് പറഞ്ഞതല്ലല്ലോ, ഈ വന്ന കൂട്ടർ ആരോപിച്ചതല്ലേ വാസ്തവത്തിൽ ഇത്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കെ ഇത്തരം നിയമക്കുരുക്കിൽപ്പെടുത്തിയിട്ട് ഒരു ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പിലേക്ക് ഈ കേസിനെ മാറ്റിയെടുത്ത് ഇപ്രകാരം ഒരു ആക്രമണത്തിന് വിധേയമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നതിന് ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത് വാസ്തവത്തിൽ? അപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുൻകൂട്ടി ഇങ്ങനെ പദ്ധതി തയ്യാറാക്കി ഈ വിധത്തിൽ ഒരു ട്രാപ്പിൽ പെടുത്തി എന്ന വിധത്തിൽ സിസ്റ്റേഴ്സിനെ ഇപ്രകാരം കൊണ്ടുപോയത് കൊണ്ട് സംഭവിച്ച കാര്യം മാത്രമാണല്ലോ അത്. ശരി.